11 ഓർഡർ എടുത്തു. 11 ഓർഡറിൽ 630. താങ്ക്സ്. വാട്ട് എ ബ്യൂട്ടി. സമയം സന്ധ്യയായി, സൺസെറ്റ് ആവാറായി. ഹായ് ഫ്രണ്ട്സ്, സൊമാറ്റോ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂർ പാർട്ട് ടൈം ആയിട്ട് സൊമാറ്റോ വർക്ക് ചെയ്തത് എത്ര രൂപ കിട്ടുമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5, 6, 7, 8, 9, 10, 11, 6 മണിക്കൂറാണ് വർക്ക് ചെയ്തത്. 6 മണിക്കൂർ വർക്ക് ചെയ്ത തൃശ്ശൂർ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടുന്നതാണ് നോക്കുന്നത്. നമ്മളിപ്പം അൽത്താസയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ആദ്യത്തെ ഓർഡർ അടിച്ചത്. ഓൺലൈൻ ആക്കിയപ്പോൾ തന്നെ ആദ്യത്തെ ഓർഡർ അടിച്ചു. ഓർഡർ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഇത് ഡെലിവറി ചെയ്യാം. ഫസ്റ്റിലത്തെ ഓർഡർ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ആളിപ്പോൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. എത്തിയിട്ട് വെളിയെ ഇറങ്ങാമെന്ന് പറഞ്ഞു. നമ്മൾ അകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. നമുക്കല്ലെങ്കിൽ അകത്ത് കയറാൻ പറ്റില്ല. അപ്പം ട്രെയിനിലൊക്കെ ബുക്ക് ചെയ്യുന്നവർ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് അത് പ്രത്യേകമായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആപ്ലിക്കേഷനിൽ. അത് ഉൾപ്പെടുത്തി നിങ്ങൾ ആ PNR നമ്പറൊക്കെ ഉൾപ്പെടുത്തി വേണം ബുക്ക് ചെയ്യാൻ. അല്ലാതെ നോർമലായിട്ട് ബുക്ക് ചെയ്യരുത്. ബുക്ക് ചെയ്താൽ ഫുഡ് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സൊമാറ്റോയുടെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്ലിക്കേഷൻ എടുത്ത് ഇവിടെ തന്നെ ഉണ്ട് ഫുഡ് ഓൺ ട്രെയിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇവരുടെ PNR നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിൻ ഇപ്പോൾ എവിടെയാണ്, അടുത്ത സ്റ്റേഷൻ, ഫുഡ് ഡെലിവറി ചെയ്യുന്ന സ്റ്റേഷൻ ഏതാണെന്ന് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഓർഡർ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒക്കെയാണ്. നമുക്ക് പാർട്ട് ടൈമായിട്ട് ഇൻസെൻറ്റീവ് എനിക്ക് കിട്ടത്തില്ല കേട്ടോ. ഞാൻ പാർട്ട് ടൈം സ്ലാബ് അല്ല, ഫുൾ ടൈം ആണ് ഓടുന്നത്. അതുകൊണ്ടിട്ട് പാർട്ട് ടൈം സ്ലാബ് എനിക്ക് കിട്ടത്തില്ല. പാർട്ട് ടൈമായിട്ട് ഓടുന്നവർക്ക് കിട്ടും. ഏകദേശം 150 രൂപ കൊണ്ട് 150 രൂപയാണ് ഇൻസെൻറ്റീവ് ഉള്ളത്. ഏകദേശം 7 8 ഓർഡർ എടുക്കുമ്പം 150 രൂപ കിട്ടും. 6 മണി തൊട്ട് രാത്രി 12 മണി വരെ ഇടയിൽ 8 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 150 രൂപ എക്സ്ട്രാ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് പാർട്ട് ടൈം സ്റ്റാഫ് അല്ലാത്തതിനെ കൊണ്ട് തന്നെ അത് കാണിക്കാവില്ല. അപ്പോൾ ഇന്ന് എത്ര രൂപ കിട്ടുന്ന 8 ഓർഡറിന് മേളിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ 150 രൂപയും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത് എത്ര രൂപ കിട്ടുമെന്ന്. ഇത് വല്ലാത്തൊരു വെയിറ്റിംഗ് ആയിപ്പോയി കേട്ടോ. കസ്റ്റമർ വന്നില്ലേ? 5 ട്രെയിൻ സ്റ്റേഷൻ എത്താനായപ്പോൾ പിടിച്ചിട്ടു. ചിലപ്പോൾ 10 മിനിറ്റ് ലേറ്റാകും. ചിലപ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നു. താങ്ക്സ്. നമുക്ക് 19 ടിപ്പ് വേണം കേട്ടോ. കുറച്ച് ലേറ്റായാലും 19 ടിപ്പ് വന്നല്ലോ. ഏതാണ് പിന്നെ ഹനഹാൽ എന്ന് പറയുന്ന പേര്. 28 രൂപയുടെ ഓഫറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിപ്പ് തന്നെ നല്ല രസമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി പോകാം. മഴ പൊടിയുന്നുണ്ട് കേട്ടോ, മഴ പൊടിയുന്നുണ്ട്. രണ്ടാമത്തെ ഓർഡർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ദോശ, റോസ്റ്റ്, വട, ഉഴുന്ന് വട. പിക്കപ്പ് ഓർഡർ. വണ്ടി ഇവിടെയാണ് കൊണ്ട് വെച്ചത്. ഓടിയിലൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്ന്. നമ്മളങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അത് കുറച്ച് ദൂരമായിരുന്നു, നെടുമ്പുഴ. ഇത് നല്ല മൊത്തം ഫുള്ള് വയലേരിയ പ്രദേശമാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടായിട്ട് കാണിച്ചു തരാം. അടിപൊളി സ്ഥലമാണത്. ഇതാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ കണ്ട വയലോര പ്രദേശം. ആഹാ, ഓ ഇത് വേറെ ലുക്കാണല്ലോ. താറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കോൺക്രീറ്റോ താറോ ചെയ്യാത്ത വഴിയാണ്. ചക്രനാളത്തിൻ്റെ ആ മാസ്മരികമായ പ്രകാശവലയം നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ ആ കാഴ്ച? ഓഹോ, വാട്ട് എ ബ്യൂട്ടി. അടിപൊളി സ്ഥലം കേട്ടോ. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല മോനെ. വാട്ട് എ ബ്യൂട്ടി. സമയം സന്ധ്യയായി, സൺസെറ്റ് ആവാറായി കേട്ടോ. മൊബൈലിൽ വലിയ വെളിച്ചമില്ല.
ഒന്നും പറയില്ല. ഇതാ ഹിഡൻ ബ്യൂട്ടി, ഹിഡൻ ജെൻസ് എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി സ്ഥലം. ഇതൊക്കെ 4 ചുറ്റും വയലാണ്. ഇത് കൃഷി ചെയ്യുന്ന വയലാണ്. ഇപ്പം കൃഷി ചെയ്യും, കുറച്ചാളായിട്ട് കൃഷി ചെയ്ത് നടക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, വാവ്. ഇവിടെ പമ്പ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അത് വിശാലമായി കിടക്കുകയാണ്. കണ്ട അങ്ങ് വരും, കണ്ണത്താതെ ഒരു കൃഷികളാണ്. നമ്മൾ കുട്ടനാട് പാലക്കാടൊക്കെ പോകുന്ന അതേ ഒരു ഫീലാണ്. എന്തായാലും അടിപൊളി രസമുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ സെറ്റപ്പ് സ്ഥലമുണ്ട്. പക്ഷെ അധികം ആരും വരാത്തതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു മാലിന്യവും ഇല്ല, വേസ്റ്റൊന്നുമില്ല. കുറച്ച് മദ്യക്കുപ്പികൾ മാത്രമേ ഉള്ളൂ. കിടുക്കാച്ചി സ്ഥലം. ഒന്നും പറയല്ലേ, ഒന്നും പറയില്ല. കാരണം നിശബ്ദമായി കിടക്കുന്നത്, സൈലൻ്റാണ് ചില സമയത്ത് നമുക്ക് കൂടുതൽ ബ്യൂട്ടി ആകുന്നത് അല്ലേ, തിരക്കിനേക്കാളും. ഒന്നും പറയില്ല, ഒന്നും പറയില്ല. എൻ്റെ മിക്കവാറും ഒരു 1-2 ഓർഡർ കുറയും. കുറച്ച് നേരമായിട്ട് ഇവിടെ നിൽക്കാവാണ്. അടിപൊളി. എനിക്കിതേപോലെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം. കുറേ നേരം ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര രസമാണല്ലേ, ഒറ്റയ്ക്ക് ഇങ്ങനെ. ഇതിലെ പോകുന്ന സ്കൂട്ടർ വരെ സൈലൻ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ബ്ലൂടൂത്ത് കേൾക്കാം. Wow! 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 അങ്ങനെ 8 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതുവരെ 5 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്ത്. 6ാമത്തെ ട്രിപ്പാണ് എടുക്കുന്നത്. അൽറിയിൽ നിന്നാണ് മന്തിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 5 ട്രിപ്പ് ഏകദേശം 302 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 302 രൂപ. കട അൽറി മന്തിക്കടയാണ്. ഇവിടെ നിന്നത്തെ 2ാമത്തെ ഓർഡറാണ്. ഇതും ഇന്ന് ഒരു 3 ലോങ് ഉണ്ടായിരുന്നേ, അപ്പോൾ അതാണ് അത്രയും രൂപ കയറിയത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ 8:31 ആയിട്ടുണ്ട്. നമ്മൾ 7ാമത്തെ ഓർഡർ ഇപ്പം ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. $55 ടോട്ടൽ. എത്ര കിലോമീറ്റർ? ഹോട്ടലിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട്. അത് ഹോട്ടലിൽ നിന്ന് ഇവിടേക്ക് 4-5 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇപ്പോൾ ആയിരിക്കുന്നത് 7 ഓർഡറാണ്. 7 ഓർഡറിൽ നിന്ന് 402 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 8:30 ആയിട്ടേ ഉള്ളൂ. ഇനി 9:10 2.5 മണിക്കൂർ കൂടെ ഉണ്ട്. സമയം അങ്ങനെ 11:06 ആയിട്ടുണ്ട്. നമ്മൾ ഓഫ്ലൈൻ ആക്കി. നമുക്ക് 6 മണിക്കൂറിൽ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. ഓക്കെ,
കിട്ടിയിരിക്കുന്നത് 11 ഓർഡർ എടുത്തു. 11 ഓർഡറിൽ 630 രൂപയാണ് കേട്ടോ. ഏകദേശം 200 രൂപയുടെ എണ്ണയുടെ അടിച്ചു. ബാക്കി നമുക്ക് കിട്ടിയിരിക്കുന്നത് 430 രൂപയാണ് 6 മണിക്കൂർ വർക്ക് ചെയ്തപ്പം കിട്ടിയത്. ഇതിൽ ഇൻസെൻറ്റീവ് ആഡ് ആവും, പക്ഷേ എനിക്ക് ഇൻസെൻറ്റീവ് ഇല്ലാത്തതിനെ കൊണ്ട് ആഡാവത്തില്ല. ഇൻസെൻറ്റീവ് ഏകദേശം 7, 8, 9 ഓർഡറൊക്കെ എടുക്കുമ്പോൾ 125, 150 കിട്ടും. അതായത് 500 രൂപ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് തൃശ്ശൂർ കേട്ടോ. ഇത് വീക്കെൻഡ് ഡേ ഒന്നും അല്ല, ഇത് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 20-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.